AD 570 അറേബ്യൻ നഗരമായ മെക്കയിലാണ് ഇസ്ലാമിക പ്രവാചകൻ മുഹമ്മദ് ജനിച്ചത്. 6 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. വിജയകരമായ ഒരു വ്യാപാരിയായിരുന്ന അമ്മാവിൻ്റെ സംരക്ഷണത്തിലാണ് വളർന്നത്. 12-ാം വയസ്സിൽ ആദ്യമായി അദ്ദേഹം സിറിയയിലേക്ക് പോയി. 20 വയസ്സ് തികയുന്നതിന് മുമ്പ് അദ്ദേഹം ദമസ്കസ്, യെരുശലേം, അലെപ്പോ മേഖലയിലെ മറ്റ് നഗരങ്ങൾ എന്നിവ സന്ദർശിച്ചിരുന്നു. 25 വയസ്സായപ്പോൾ തന്നെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ധനികയായ വിധവയായ ഖദീജയെ അദ്ദേഹം വിവാഹം കഴിച്ചു. മക്കയിലെ വാണിജ്യത്തിൽ യഹൂദ വ്യാപാരികൾ ആധിപത്യം പുലർത്തിയിരുന്നുവെങ്കിലും അവിടുത്തെ മതപരമായ ഭൂപ്രകൃതിയിൽ ബഹുദൈവാരാധനയുള്ള ഒരു ക്ഷേത്രം കബ്ബ ഉണ്ടായിരുന്നു. പ്രാദേശിക പാരമ്പര്യമനുസരിച്ച് ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് അബ്രഹാമിന് ലഭിച്ച ഒരു കറുത്ത കല്ല് അതിലുണ്ടായിരുന്നു. മുഹമ്മദിന്റെ ഖുറൈശി ഗോത്രത്തിൽ ചില അംഗങ്ങൾ ആദവും ഹവ്വയും കബ്ബ നിർമ്മിച്ചതായി വിശ്വസിച്ചു. മറ്റുള്ളവർ അബ്രഹാമും ഇസ്മായേലും നിർമ്മിച്ചതായും വിശ്വസിച്ചു. യഹൂദ വ്യാപാരികളുമായുള്ള ബന്ധത്തിൽ നിന്ന് കബ്ബയിലെ ബഹുദൈവാരാധന ആദാമിനും ഹവ്വയ്ക്കും അല്ലെങ്കിൽ അബ്രഹാമിനും ഇസ്മായിലിനും സ്വീകാര്യമല്ലായിരുന്നുവെന്ന് പ്രവാചകന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. AD 610 ഹിറ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ 6 മാസം ധ്യാന നിരതനായി ചെലവഴിച്ച ശേഷം ഗബ്രിയേൽ മാലാഖയിലൂടെ തനിക്ക് ദൈവത്തിൽ നിന്നൊരു വെളിപ്പാട് ലഭിച്ചതായി പ്രവാചകൻ മുഹമ്മദ് പ്രഖ്യാപിച്ചു. താമസിയാതെ അദ്ദേഹം ഇസ്ലാം എന്ന പുതിയ മതം പ്രഖ്യാപിക്കാൻ തുടങ്ങി. എതിർപ്പ് നേരിട്ട പ്രവാചകൻ 622 തൻ്റെ അനുയായികളോടൊപ്പം യാത്രബിലേക്ക് പലായനം ചെയ്തു. അവിടെ അദ്ദേഹം നഗരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും 630 മക്ക കീഴടക്കാൻ തയ്യാറാകുകയും ചെയ്തു. ഈ സമയത്തിലുടനീളം ഗബ്രിയേൽ മാലാഖ വഴി പ്രവാചകൻ മുഹമ്മദ് തുടർച്ചയായ പ്രത്യേക വെളിപ്പെടുത്തലുകളുടെ ഒരു പരമ്പര അവകാശപ്പെട്ടു. 632 പ്രവാചകന്റെ മരണശേഷം ഈ വെളിപ്പാടുകൾ ഇപ്പോൾ ഖുർആൻ എന്നറിയപ്പെടുന്ന പുസ്തകത്തിലേക്ക് സമാഹരിച്ചു. മുസ്ലിങ്ങൾ ഈ പുസ്തകത്തെ ദൈവത്തിന്റെ വചനമായി കണക്കാക്കുന്നു. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങൾ സുന്നികളും ഷിയകളുമാണ്. പ്രവാചകന്റെ മരണത്തിന് ശേഷം ഉടൻ തന്നെ നേതൃത്വ തർക്കത്തിൽ അവർ വേർപിരിഞ്ഞു. എന്നാൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ പ്രാർത്ഥന, ദാനം, ഉപവാസം, മക്കയിലേക്കുള്ള തീർത്ഥാടനം, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന മുസ്ലിം വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രസ്താവന ഉയർത്തിപ്പിടിക്കുന്നതിൽ അവർ ഐക്യപ്പെടുന്നു. മുസ്ലിങ്ങൾ മദ്യം ഒഴിവാക്കുന്നു. ശുദ്ധവും അശുദ്ധവുമായ മാംസത്തിന് അവരുടേതായ നിയമങ്ങളുണ്ട്. കൂടാതെ പന്നിയിറച്ചി, മാംസഭോജികളായ മൃഗങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ച മാംസം എന്നിവ കഴിക്കാൻ അവർ വിസമ്മതിക്കുന്നു. ഒട്ടകം പോലുള്ള എബ്രായ വേദപുസ്തകത്തിലെ നിരോധിത ഭക്ഷണങ്ങളെ ഇസ്ലാം നിയമത്തിൽ ശുദ്ധം എന്ന് കണക്കാക്കുന്നു. വെള്ളിയാഴ്ചയെ സംഘടിത പ്രാർത്ഥനയ്ക്കുള്ള ഒരു പ്രത്യേക ദിവസമായി ആചരിക്കുന്നു. ഇത് പലപ്പോഴും ഒത്തുചേരലിൻ്റെയും ആരാധനയുടെയും ദിവസമായി കണക്കാക്കപ്പെടുന്നു. ഭൂരിഭാഗം മുസ്ലിങ്ങളും സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ ഖുർആനെയും ഹദീസുകളും ചേർത്ത ശരീഅത്തും ഇസ്ലാമിന് പിന്നിൽ മാർഗനിർദ്ദേശ ശക്തിയായി കണക്കാക്കുന്നു. എന്നിരുന്നാലും ഷിയ വിഭാഗം വിശ്വാസത്തിൻ്റെ ആത്മീയ തലവൻ എന്ന നിലയിൽ ഇമാമിൻ്റെ സ്ഥാനത്തെയും കാണുന്നു. വർഷങ്ങളായി സുന്നികളും ഷിയക്കളും ഇസ്ലാമിക ആചാരങ്ങളുടെയും നിയമത്തിൻ്റെയും അല്പം വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ വികസിച്ചെടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും അവരുടെ വ്യത്യാസങ്ങൾ റോമൻ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ളതിനേക്കാൾ ചെറുതാണ്. കൂടാതെ ഈ 2 മുസ്ലിം വിഭാഗങ്ങളും സ്വയം പ്രത്യേക വിഭാഗങ്ങളായി കണക്കാക്കുന്നില്ല. എന്നാൽ